വനം വകുപ്പിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ അത്യാവശ്യം നല്ല ശമ്പളത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. സോ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. വീഡിയോൻ്റെ തുടക്കം കണ്ട് നേരെ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മുടെ IBൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ. കാരണം അതിന് നല്ല രീതിയിലുള്ള ഫീസ് ഉണ്ട്. 3 സ്റ്റേജാണ് അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. പിന്നെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോൾ IBൻ്റെ നമ്മുടെ MT പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോർമൽ കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 3-2 പേര് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു MTൻ്റെ മാത്രം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സ്റ്റേജ് നമ്മൾ പൈസ അടച്ച് അത്രയും ദൂരം നമ്മൾ എഫേർട്ട് ചെയ്ത് യാത്ര ചെയ്ത് മറ്റൊരു ജില്ലയിലായിരിക്കും ചിലപ്പം പരീക്ഷ, ചിലപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ദൂരം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ പോയി പരീക്ഷ എഴുതുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേജ് ഡിഫിക്കൽട്ടി ലെവലൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അങ്ങനെയുള്ള പോസ്റ്റുകൾ എന്ത് വരുമ്പോഴും നമ്മൾ ഒന്ന് ഡിസ്ക്ലെയിമർ തുടക്കത്തിൽ തന്നെ തരാറുണ്ട്. ഇതിനും അങ്ങനെ തരികയാണ്. ഇതിന് ഫിസിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ 3 സ്റ്റേജിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാതെ വലിയൊരു ഫീസും ഇതിന് വാങ്ങുന്നുണ്ട്. IB പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീസ് ഇവിടെയും ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ്. സോ ഇത് അപ്ലൈ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ ജസ്റ്റ് എക്സാമിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്യാം, ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോയിട്ട് ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നുണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ലോസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് വരുന്നത്. മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. മിനിസ്ട്രി ഓഫ് എൻവിറോൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ന്യൂ ഫോറസ്റ്റ് ഡെറാഡൂൺ അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോസ്റ്റിംഗ് പ്ലേസും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങുന്നതെന്ന് പറയുന്നത് 4/5/2026 ഏകദേശം നിങ്ങൾക്ക് ജൂൺ മാസം 3-ാം തീയതി വരെ 3/6/2026 വരെ അപേക്ഷിക്കാം. സെലക്ഷനൊക്കെ സ്പീഡ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത് ജൂണാണ് 2026. സെക്കൻഡ് സ്റ്റേജ് അറിയിക്കുന്നതായിരിക്കും, തേർഡ് സ്റ്റേജും അറിയിക്കുന്നതായിരിക്കും. തേർഡ് സ്റ്റേജ് സ്കിൽ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ് വരുന്നത്. ഇത് കൂടാതെ ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ ഇതിൻ്റെ കൂടെ ഫിസിക്കൽ കൂടി വരുന്നത് നമുക്കൊരു 4th സ്റ്റേജ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ആലോചിച്ച് അപേക്ഷിക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ അപേക്ഷിക്കേണ്ടെന്നല്ല. ഡീറ്റെയിൽസ് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് വന്ന് കാണാൻ സാധിക്കും. 2 ഒഴിവാണുള്ളത്. ഗ്രാജുവേഷനാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് പറയുന്നുണ്ട്. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 18 to 27 വയസ്സ് വരെയാണ്. പിന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. 4 വേക്കൻസിയാണുള്ളത്. അത് ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. സയൻസിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാണെന്നുള്ളത്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ചില പോസ്റ്റിനാണ് കേട്ടോ ഇതിൽ ഫിസിക്കൽ ചോദിക്കുന്നത്. പിന്നെ സ്റ്റെനോഗ്രാഫർ കാണാൻ സാധിക്കും. 2 ഒഴിവുകളാണുള്ളത്. ഇതൊക്കെ ജനറലിനാണ് വേണ്ടത്. ജനറൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ മറ്റുള്ള വിഭാഗത്തിന് അപേക്ഷിക്കാം, പക്ഷേ ജനറലായിട്ട് പരിഗണിക്കുമെന്ന് ജനറലായിട്ട് മത്സരിക്കേണ്ടി വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ആണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് സ്റ്റെനോഗ്രാഫറിൻ്റെ. പിന്നെ സ്റ്റെനോഗ്രാഫിയിലുള്ള അറിവ് എന്തായാലും വേണം, സ്റ്റെനോഗ്രാഫർ ആണല്ലോ. അപ്പോൾ 27 വയസ്സ് വരെ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ടെക്നീഷ്യൻ പോസ്റ്റാണ്, 11 ഒഴിവുണ്ട്. +2 സയൻസോട് കൂടി ഉണ്ടായിരിക്കണം. 60% മാർക്കോട് കൂടി ചോദിച്ചിട്ടുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്റ്റോർ കീപ്പറാണ്. +2 മിനിമം +2 മതി. ഇതിൽ പിന്നെ സയൻസ് വേണമെന്നില്ല. 3 ഒഴിവുണ്ട്. എല്ലാവർക്കും തന്നെ കൊടുക്കാം. 2 ഒഴിവ് ജനറലിനും 1 ഒഴിവ് വരുന്നത് OBC വിഭാഗത്തിനുമാണ്. അപ്പോൾ ജനറലിനായിട്ട് ബാക്കിയുള്ള കാറ്റഗറിക്ക് ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 27 വയസ്സാണ് വരുന്നത്. 27 വയസ്സ് വരെ കൊടുക്കാം കേട്ടോ. പിന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് കാണാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കാർപ്പൻറ്റർ, അങ്ങനെ നിരവധി സെക്ഷൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. അതിന് 10ാം ക്ലാസ്സും ഇവിടെ പറയുന്ന രീതിയിലുള്ള ITI സർട്ടിഫിക്കറ്റ് വേണം. 30 വയസ്സ് വരെ അപേക്ഷിക്കാം. പിന്നെ LDC ആണ്. LDCക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. അപ്പോൾ അതിന് ടോട്ടൽ വേക്കൻസി വന്നിട്ടുള്ളത് 8 വേക്കൻസിയാണ് കേട്ടോ. ഇതിൽ എക്സ് സർവീസ് മെൻ കൂടി വേക്കൻസി വന്നതായിട്ട് കാണാൻ സാധിക്കും. +2 ടൈപ്പിംഗ് സ്പീഡുമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. പിന്നെ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കും. പിന്നെ ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഗാർഡ് പോസ്റ്റ് ഉണ്ട്. സോ ഫോറസ്റ്റ് ഗാർഡിലേക്ക് ലെവൽ 2 ആണ് പേ സ്കെയിൽ. 4 ഒഴിവ് ജനറലിന്. പിന്നെ ഒരു വിഭാഗത്തിന് വന്ന ഒഴിവുകളും ടോട്ടൽ 7 ഒഴിവുകളായിട്ട് വന്ന് കാണാൻ സാധിക്കും. ഒരു ഒഴിവ് OBC വിഭാഗത്തിലേക്ക്, OBC സെൻട്രലാണ്. അപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് SCക്കും മറ്റൊരു ഒഴിവ് EWSനായിട്ടും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക്. അത് ഫോറസ്റ്റ് ഗാർഡിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെൻട്രലിൽ വന്നിട്ടുള്ള പോസ്റ്റ് നമുക്കൊന്നുകൂടെ നോക്കാവുന്നതാണ്. OBCക്ക് തന്നെയാണ്. OBC അതുപോലെ തന്നെ SC വിഭാഗത്തിനാണ് ഫോറസ്റ്റ് ഗാർഡിൽ ഒഴിവ് വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം. 7 ഒഴിവുകളാണുള്ളത്. +2 ആണ് ഇതിൻ്റെ യോഗ്യത. +2 സയൻസ് സബ്ജക്റ്റോട് കൂടി ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഫിസിക്കൽ സ്റ്റാൻസ് പറയുന്നുണ്ട്. 25 കിലോമീറ്റർ നടത്താൻ 4 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിട്ടുള്ളത്. മിനിമം 65 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന്
പറയുന്നുണ്ട്. ചെസ്റ്റ് 79 വേണം, 84 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ വനിതകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. വനിതകൾക്ക് സെയിം യോഗ്യത തന്നെ. പിന്നെ 14 കിലോമീറ്റർ നടത്തം 4 മണിക്കൂറിലാണ് വനിതകൾക്ക് വർക്കുള്ളത്. ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ വേണം, ചെസ്റ്റ് 74 സെൻറ്റിമീറ്റർ വേണം. വനിതകളുടേതാണ് കേട്ടോ. പിന്നെ എക്സ്പാൻഷൻ വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 79 സെൻറ്റിമീറ്റർ വേണമെന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഫീസിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം. ഫീസ് ജനറൽ OBCWS ആകുമ്പോൾ 1500 രൂപ ഫീസ് വരുന്നുണ്ട്. വലിയൊരു ഫീസാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറയുന്നത്. ഫീസ് വരുന്നത് 800 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ടും അതുപോലെ 700 രൂപ പ്രോസസ്സിംഗ് ഫീസായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ IB എടുക്കുന്നത് പോലെ തന്നെ IB ഇങ്ങനെ തന്നെ ഫീസ് ഉണ്ട്. 600 ചില്ലറ രൂപ, 650 കൂടുതലായിട്ടും ഫീസ് ഉണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ IB. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞത്. പിന്നെ വേക്കൻസിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഉണ്ട് 45 ഒഴിവുണ്ട്. ഇതിന് അത്യാവശ്യം വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. പക്ഷേ എന്നാലും നല്ലപോലെ പഠിക്കുക. അതിൻ്റെ സിലബസൊക്കെ ഞാൻ മുമ്പോട്ട് കാണിച്ചു തരാം. അപ്പോൾ MTSന് 45 ഒഴിവുകളാണുള്ളത്. ഒരു കാറ്റഗറിയിലേക്കുള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് മാത്രം മതി, ജസ്റ്റ് 10ാം ക്ലാസ് മതി ആ പോസ്റ്റിലേക്ക്. അപ്പോൾ അതിന് 10ാം ക്ലാസ്സും പിന്നെ ഡിസേബിൾ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഡിസേബിൾ ആണ്, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിലും മുൻഗണന ലഭിക്കും. 27 വയസ്സ് വരെയുള്ളവർക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു സിലബസ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റ്, ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡിന് അപേക്ഷിക്കാൻ എന്തൊക്കെയാണ് സിലബസ് അത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ MTSനാണ് കൊടുക്കുന്നതെങ്കിൽ മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, റീസണിങ് അതായത്, പിന്നെ ജനറൽ ഇംഗ്ലീഷ് 25 മാർക്ക്. നമ്മളൊരു SSCൻ്റെ ടൈപ്പിൽ 100 ചോദ്യം. അപ്പോൾ SSCക്ക് നല്ല രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ട്. ആ ഒരു ഇപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒരു ട്രേഡ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ. ഒരു എക്സാമ്പിളിൽ പറയാം. സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ട്രേഡ് ടെസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷയാണ് നമുക്ക് വരുന്നത്. അതിനുശേഷമാണ് നമുക്ക് 3ാമത്തെ ഘട്ടത്തിലാണ് സ്കിൽ ടെസ്റ്റ് അല്ലെ ട്രേഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യം 3ാമത്തെ ഘട്ടത്തിലാണ് വരുന്നത്. 1ാമത്തെ ഘട്ടത്തിൽ നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഫോറസ്റ്റ് ഗാർഡിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് 4ാമത്തെ ഘട്ടം കൂടി ആഡ് ചെയ്യുന്നത്. ഇത്രയും സെലക്ഷൻ ഘട്ടങ്ങൾ മിനിമം 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള പോസ്റ്റിന് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി പറഞ്ഞത്. 1-2 ഘട്ടങ്ങളല്ല, 3-4 ഘട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ 1500 കൂടുതൽ ഫീസ് കൂടി നമ്മളിവിടെ അടക്കുന്നതായിട്ടുള്ളൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. 1500 രൂപ ഫീസ് വരുന്നുണ്ട്. പിന്നെ SC/ST ഉദ്യോഗാർത്ഥികൾ PWD ഒക്കെ ആകുന്ന സമയത്ത് 700 രൂപ പ്രോസസ്സിംഗ് ഫീസ് മാത്രമേ അടക്കണ്ടൂ കേട്ടോ. അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ബാക്കിയുള്ളവരാണ് 1500 രൂപ അടക്കേണ്ടത്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തതിന് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.